ഹായ്, ഞാൻ സ്നേഹ. SL ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണ് നിങ്ങളോടുള്ള സ്നേഹം വേണമെങ്കിൽ കുറച്ചുകൂടി കൂടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കൂട്ടാൻ വേണ്ടിയിട്ടും, അതേപോലെ അവരെ നിങ്ങളുടെ പുറകെ ഒന്ന് ചേസ് ചെയ്ത് വരണം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകും, അതായത് അവരെ ചേസ് ചെയ്ത് പോവുക, അവരുടെ പുറകെ ഇങ്ങനെ ബിഗ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ഇനിഷ്യേറ്റീവ് എടുക്കുക, ഇങ്ങനെയൊക്കെയാണ് മിക്കവരും ചെയ്യേണ്ടാവുക. അപ്പോൾ അതെല്ലാം ഒന്ന് മാറിയിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് ഈ റിലേഷൻഷിപ്പിന് വേണ്ടി മുൻകൈ എടുക്കുന്നതും, അതേപോലെ തന്നെ നിങ്ങളുടെ പുറകെ അവർ വരുന്നതും ഒക്കെ നിങ്ങളുടെ സ്വപ്നത്തിലുള്ളതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ അത് നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം. അതേപോലെ നമ്മുടെ വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നേ തന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. ചില പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും വരുന്നതാണ്, അതായത് എല്ലാ റിലേഷൻഷിപ്പിലും ഉണ്ടാവുന്ന കുറച്ച് പ്രശ്നങ്ങളാണ്. അതല്ലാതെ അതിൻ്റെ പുറമെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ റിലേഷൻഷിപ്പിൽ വരുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് നമ്മൾ തീർപ്പാക്കണം, ഇല്ലെങ്കിൽ അത് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യണം എന്നുള്ളതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ നിലനിൽപ്പിനെ ബാധിക്കും എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയണ്ടാവും. അപ്പോൾ ഇതുവരെ നിങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് നോക്കി, റിസൾട്ട് കിട്ടുന്നില്ല. അതേപോലെ കുറേ പേരോട് സംസാരിച്ചില്ലെങ്കിൽ അവർ വന്ന് ഓക്കെ ആക്കാൻ നോക്കിയിട്ടും റെഡി ആവുന്നില്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്ന് അറിയുന്നില്ല. സോ ഒരു ഗൈഡൻസ് കിട്ടുവാണെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഇഷ്യൂസ് സോൾവ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്കൊന്ന് കോൺടാക്ട് ചെയ്യുക. നമ്മളുടെ ടീം ഉണ്ടായിരിക്കും. നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് പറയുകയാണെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ, കൃത്യമായ സൊല്യൂഷൻ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ തിരിച്ച് നമ്മുടെ വീഡിയോയിലേക്ക് തന്നെ വരാം. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, അവർ നിങ്ങളെ ചേസ് ചെയ്ത് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലിമിറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഒന്ന് ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, അയ്യോ കമ്മ്യൂണിക്കേഷനാണ് നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം, അപ്പം ഞാനത് ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഓക്കെ ആയിട്ട് മുന്നോട്ട് പോവുക, അത് പ്രശ്നമാവില്ലേ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ അങ്ങനെയല്ല. ഞാൻ മുഴുവനായിട്ടും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതാക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കേണ്ടത്. ഞാൻ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ചെറിയ രീതിയിൽ നിങ്ങളതൊന്ന് കുറയ്ക്കുക. ചിലപ്പോൾ നിങ്ങളായിരിക്കും ഒരുപാട് സംസാരിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ഓപ്പൺ ആയിട്ട് പറയുന്നത് നിങ്ങളായിരിക്കും. അപ്പോൾ അതെല്ലാം ഒന്ന് കുറയ്ക്കുക. നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുന്നത്, അതുപോലെ വിളിക്കുന്നത്, നേരിട്ട് കണ്ട് സംസാരിക്കുമ്പോഴൊക്കെയുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ രീതി അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഒന്ന് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഒരു ചേഞ്ച് അവരെ വല്ലാതെ അമ്പരപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്ത് പറ്റിയ ആൾക്ക്, എന്താണ് ഇപ്പോൾ ശരിക്കും എന്നോട് സംസാരിക്കാത്ത, അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടേ ഇരിക്കണതാണ്, എന്ത് പറ്റി മെസ്സേജ് അയക്കുന്നില്ല, ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് അയച്ചാൽ തന്നെ ആൾ ഭയങ്കര ഷോർട്ടായിട്ടൊക്കെയാണല്ലോ ആൻസർ ചെയ്യുന്നത്, എന്ത് പറ്റിയിട്ടുണ്ടാവും, ഇങ്ങനെയുള്ള ചിന്ത അവരിൽ വരും എന്നുള്ളതാണ്. സോ പിന്നെ എന്താ സംഭവിക്കുക, സ്വാഭാവികമായിട്ടും അവരതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് ചോദിക്കും, അതുപോലെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവരെ വിട്ട് പോവുകയാണോ എന്നൊരു പേടി അവരുടെ മനസ്സിൽ വരും. ഇതിന് മുമ്പ് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അങ്ങോട്ട് കുറേ ടെക്സ്റ്റ് ചെയ്യും വിളിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും വിട്ടു പോവില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവും. അങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങളെ അവഗണിക്കാനായിട്ട് അവരുടെ മനസ്സ് തനിയെ അങ്ങോട്ട് റെഡി ആവും എന്നുള്ളതാണ്. അങ്ങനെയാണ് അവർ നിങ്ങളെ അവഗണിക്കുന്നൊക്കെ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ അത്ര വലിയൊരു പ്രയോറിറ്റി തരാതെ ഇരിക്കുന്നുണ്ടാവുക. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ, അതായത് നിങ്ങൾ അങ്ങോട്ട് സംസാരിക്കുന്നതും എല്ലാം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഒന്ന് കുറച്ച് കഴിയുമ്പോൾ അവരുടെ ഉള്ളിൽ പേടി വരികയും അതിൻ്റെ ഭാഗമായി നിങ്ങളെ മിസ് ചെയ്യുകയും പിന്നീട് നിങ്ങളെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യാനൊക്കെ തുടങ്ങും എന്നുള്ളതാണ്. സോ അവർ പിന്നെ നല്ല രീതിയിൽ സംസാരിച്ച് തുടങ്ങും. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഒന്ന് ചെറുതായി ഒന്ന് കുറയ്ക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യുക. ഇനി രണ്ടാമത് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് പ്രയോറിറ്റൈസ് യുവർ ഗോൾസ് ആണ്. അതായത് നിങ്ങളുടെ ഗോൾസിന് കുറച്ചുകൂടി പ്രയോറിറ്റി കൊടുക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കുള്ള ആ ഒരു എന്താ പറയുക, അതിനുള്ള ഇമ്പോർട്ടൻസ് കുറച്ചുകൂടി കൊടുത്തു തുടങ്ങുക, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതും അവരിൽ ഒരു എന്താ പറയുക, സംശയം എന്താണ് പറ്റിയെന്നുള്ള സംശയമൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഇങ്ങനെ ആവുന്ന സമയത്ത് അവർ വിചാരിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ വരുന്ന മറ്റൊരു ചിന്ത എന്ന് പറയുന്നത്, ആളിപ്പോൾ ഫുള്ള് അവരുടെ കരിയറിനെ കുറിച്ച് ചിന്തിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ ആ ഒരു ലൈഫുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകുമോ, ഇനിയിപ്പോൾ എന്നെ ആവശ്യമില്ല, അല്ലെങ്കിൽ എന്നോട് വലിയ സ്നേഹമൊന്നുമില്ല, എന്നെക്കാൾ കൂടുതലായിട്ട് മറ്റുള്ള കാര്യങ്ങൾക്കാണോ പ്രാധാന്യം കൊടുക്കുന്നുണ്ടാവുക, ഇങ്ങനെയുള്ള തോന്നൽ വരും. അപ്പോൾ അവർക്ക് മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു പ്രാധാന്യം കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും ആഗ്രഹിക്കുകയും നിങ്ങളുടെ പുറകെ വരും ചെയ്യും എന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കണ്ടുകൊണ്ടും അവർ നിങ്ങളിലേക്ക് ഒരുപാട് അട്രാക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ രണ്ടാമതായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അതിന് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ്.
ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ യുവർ സോഷ്യൽ സർക്കിൾ ആണ്. അതായത് വേറെ ഒന്നുമല്ല ഇതിൽ പറയുന്നത്, ഉദ്ദേശിക്കുന്ന കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ ഒരു ഫോണിലൊക്കെ നോക്കിയിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് കുറച്ചിട്ട് നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ്, ഇവരുടെ കൂടെ, നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങളെപ്പോഴും ഇങ്ങനെ ഫോണിൽ നോക്കിയിരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ എപ്പോഴും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഫോണിലൂടെ ആയിരിക്കുമല്ലോ. അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ എപ്പോഴും ഇങ്ങനെ ആക്റ്റീവ് ആയിരിക്കുന്ന ഒരാളൊക്കെ ആണെങ്കിൽ അതങ്ങോട്ട് കുറച്ചേക്കുക. അങ്ങോട്ട് കുറച്ചിട്ട് ആ സമയം മുഴുവൻ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെ കൂടെയൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാം. ആ ഒരു സമയത്ത് നിങ്ങൾ എപ്പോഴും മീൻസ് ഇങ്ങനെ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്, അതേപോലെ തന്നെ അവരെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും നിങ്ങൾ ആലോചിക്കുന്നില്ല എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ ബിഹേവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ വേണം നിങ്ങൾ ഇരിക്കാനായിട്ട്. അപ്പം അങ്ങനെ ആവുന്ന സമയത്ത് നിങ്ങളിലുള്ള മാറ്റങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത്രയും മാറ്റങ്ങൾ ഉണ്ടാവുമ്പോൾ അവർ ഉറപ്പായിട്ടും ഒരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വരികയും അതിൻ്റെ പേരിൽ നിങ്ങളുടെ പുറകെ വരും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അവർ നിങ്ങളെ ചേസ് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുക. അതായത് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുടെ കൂടെ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുക. ഇതിനു മുമ്പ് നിങ്ങൾ അവർക്ക് മാത്രമായിരിക്കും പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവുക, അവരുടെ കൂടെ ആയിരിക്കും ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക. ഫാമിലി, ഫ്രണ്ട്സ്, അവരുടെ കൂടെ വലിയ രീതിയിലൊന്നും ഇരുന്നിട്ടോ സംസാരിച്ചിട്ടോ ഒന്നും ഉണ്ടാവില്ല. അതെല്ലാം മാറ്റിയിട്ട് നിങ്ങൾ ഇവർക്ക് കൂടി പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, ഇവരുടെ കൂടെ നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ വേണം ഇനി അങ്ങോട്ട് പെരുമാറാനായിട്ട്. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അൺപ്രഡിക്റ്റബിൾ ആയിട്ട് മാറുക എന്നുള്ളതാണ്. ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. അതേപോലെ നിങ്ങളുടെ ഡെയിലി റുട്ടീൻ എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ അവർക്ക് അപ്പം പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും എന്നുള്ളതാണ്, അറിയിക്കുന്നുണ്ടാവും. ഒന്ന് പുറത്ത് വേണമെന്നുണ്ടെങ്കിൽ അവരോട് പറയുന്നുണ്ടാവും, എന്ത് കാര്യം ചെയ്യണം, ഫുഡ് കഴിക്കാൻ പോകണമെങ്കിൽ ഞാൻ ഒന്ന് ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ അവരോട് പറയുന്നുണ്ടാവും, അറിയിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അതൊന്ന് മാറ്റിയേക്കാം. ഇനി മുതൽ നിങ്ങളുടെ ഈ ഒരു ഡെയിലി റുട്ടീൻ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊന്നും അവരോട് പറയാതിരിക്കാം. അപ്പോൾ ഇങ്ങനെയാവുമ്പോൾ അവർ ഗസ് ചെയ്ത് തുടങ്ങും എന്തായിരിക്കും ഇപ്പോൾ ചെയ്യേണ്ടാവുക എന്നുള്ളത്. സാധാരണ നമ്മൾ എല്ലാ കാര്യം അറിയിക്കുന്ന സമയത്ത് എന്തുണ്ടാവുക എന്നറിയോ, ഇപ്പോൾ നമ്മൾ രാവിലെ മുതൽ രാത്രി കിടക്കുന്നവരെ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് ചിന്തിക്കേണ്ട ആവശ്യം വരില്ല ഇവളല്ലെങ്കിൽ ഇവൻ എന്തായിരിക്കും ചെയ്യേണ്ടാവുക എന്നുള്ളത്, പ്രത്യേകിച്ച് ആലോചിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ അങ്ങനെ പറയാതാവുന്ന സമയത്ത് അവർ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു തുടങ്ങും, ഇപ്പം എന്താവും ചെയ്യേണ്ടാവുക, എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ ഇപ്പോൾ ഫുഡ് കഴിക്കാവോ, അതല്ലെങ്കിൽ ഉറങ്ങായിരിക്കും, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ആ ഒരാൾ ആലോചിച്ച് തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ ആലോചിക്കാന്ന് പറയുമ്പോൾ ആലോചിക്കുന്ന അത്രയും സമയം നിങ്ങളെ മിസ് ചെയ്യും എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അതായത് അത്രയും സമയം നിങ്ങളെ മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മിസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, അങ്ങോട്ടേക്ക് വരണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും, നിങ്ങളെ വിളിക്കണം എന്ന് തോന്നും, നിങ്ങൾക്ക് മെസ്സേജ് അയക്കണം എന്ന് തോന്നും. അപ്പോൾ അതന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവരോട് തുറന്ന് പറയാതിരിക്കാം, കുറച്ചൊക്കെ ഇങ്ങനെ ഒതുക്കി വെക്കുക, അതായത് പറയാതെ വെക്കുക എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരു സ്വഭാവം ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. ഇനി അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞൊരു കാര്യം സംഭവിച്ചിട്ടുണ്ടാവും, പക്ഷെ അതിൻ്റെ A to Z കാര്യങ്ങൾ അവർക്കോട് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെയാണ് ഉണ്ടായത്, അതുണ്ടായി, ഇതുണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് പറയുന്നുള്ളതാണ്. അതിൻ്റെ ആവശ്യമില്ല. എന്താണ് നടന്നതെന്നുള്ളത് ചുരുക്കി പറഞ്ഞു കൊടുത്താൽ മതി. വളരെ ഷോർട്ടായിട്ടുള്ള ആൻസർ മാത്രം മതി. essay ഒന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്തരത്തിൽ ഷോർട്ടായിട്ട് മാത്രം എല്ലാത്തിനും ഇങ്ങനെ അവർക്ക് പറഞ്ഞു കൊടുക്കാം, എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. വലിയ രീതിയിൽ എക്സ്പ്ലനേഷൻ വേണ്ട ആവശ്യമില്ല. അപ്പം ഇങ്ങനെ ഷോർട്ടായിട്ട് പറയുന്ന സമയത്ത് ബാക്കി അറിയാനുള്ള ഒരു ആഗ്രഹം അവരിലുണ്ടാവും, അല്ലെങ്കിൽ എന്താണ് ശരിക്കും മുഴുവനായിട്ട് സംഭവിച്ചിട്ടുണ്ടാവുക, ഇങ്ങനെയൊക്കെ അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും എന്നുള്ളതാണ്. കുറച്ചൊക്കെ മിസ്റ്റീരിയസ് ആയിരിക്കുന്നത് കുറച്ച് നല്ലതാണ് കേട്ടോ. അപ്പം അങ്ങനെ വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എല്ലാം അങ്ങോട്ട് പറയുന്ന ഒരു സ്റ്റോറി പോലെ പറയുന്ന, അപ്പം നമ്മൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ തന്നെ കുറേ പേര് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയോ, വലിയൊരു കഥ പോലെ അയച്ചിട്ടുണ്ടാവുക, കുറേ ഉണ്ടാവും, അതിൽ വലിയൊരു essay ഉണ്ടാവും. അപ്പം ആ രീതിയിലൊക്കെ മെസ്സേജ് അയക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പറയാനുള്ളത് അതല്ലെങ്കിൽ ഇപ്പം അവരെന്തെങ്കിലും ചോദിക്കുകയാണ്, അപ്പം നിങ്ങൾക്ക് എന്താ പറയാനുണ്ടാവുക എന്നുള്ള ആ ഒരു ആൻസർ ഷോർട്ടായിട്ട് മാത്രം കൊടുത്താൽ മതി. അങ്ങനെ ഷോർട്ടായിട്ട് മാത്രം എക്സ്പ്ലനേഷൻ കൊടുക്കുക, എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് ചെയ്യേണ്ട കാര്യം. ഇതിൽ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഷോർട്ട് ആൻസേഴ്സ് കൊടുക്കാം. നിങ്ങളോട് കഴിച്ചോ എന്നാണ് ചോദിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു M എഴുതിയിട്ട് അങ്ങനെ അയക്കാം. അങ്ങനെ നമ്മൾ അയക്കാറുണ്ടല്ലോ. അതേപോലെ വേറെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ യെസ് എന്നുള്ളതിന് YS, അങ്ങനെയൊക്കെ വളരെ ഷോർട്ടായിട്ട് എങ്ങനെയാണോ അതിനെ ഷോർട്ടായിട്ട് മാറ്റാൻ പറ്റുക ആ രീതിയിൽ ഷോർട്ട് ആൻസേഴ്സ് മാത്രം നിങ്ങൾ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മുടെ ലാസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറുക എന്നുള്ളതാണ്. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ മറ്റുള്ള ആളുകളെ നമ്മളിലേക്ക് കൊണ്ടുവരാനുള്ള വലിയ ഒരു മാർഗത്തിലൊന്നാണ്
ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളത്. ചിലപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും, അപ്പോൾ നിങ്ങളും ക്യാഷിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ക്യാഷ് ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്, അപ്പോൾ ആൾക്കാരൊക്കെ ക്യാഷിൻ്റെ പുറകെ പോകുന്നതാണ് പറയുന്നതെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷിൻ്റെ വേണം എന്നുള്ളത് ഒരു ഭാഗമാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോഴും നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വാല്യൂ ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, പഠനം കഴിഞ്ഞു, ജോലി കിട്ടേണ്ട ഒരു ഏജും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോഴും നമ്മുടെ പാരൻസിനെ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ സ്നേഹിക്കുന്ന ഒരാളെയാണ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്യാഷിൻ്റെ കാര്യത്തിൽ എന്നുണ്ടെങ്കിൽ, നമ്മളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് എന്തെങ്കിലും ഒരു വാല്യൂ അവർക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ അവർ അതിനൊരു വില നമുക്ക് തരുമോ? ഒരിക്കലും ഇല്ല. അവർ വിചാരിക്കുക ഇപ്പോഴും എന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ മാത്രമാണ്. അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണെന്നുള്ളത് കാണിച്ചു കൊടുക്കണം. അങ്ങനെ കാണുന്ന സമയത്താണ് നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നമ്മളോട് റെസ്പെക്റ്റ് തോന്നുള്ളൂ എന്നുള്ളത് ഒരു കാര്യമാണ്. ഇത് നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ എൻ്റെ ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ കുറ്റം പറയുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ തനിയൊന്ന് ആലോചിച്ച് നോക്കുക, അത് സത്യമാണോ അല്ലേ എന്നുള്ളത്. ശരിയാണെന്നുള്ള ആൻസറാണ് 90% ആളുകളുടെ ഭാഗത്ത് നിന്ന് വരുള്ളൂ. ശരിക്കും നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയാലും മാത്രമാണ് നമ്മളെ മറ്റുള്ളവർ ബഹുമാനിക്കുള്ളൂ, അവർ നമ്മളിലേക്ക് അട്രാക്റ്റ് ആയിട്ട് വരുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. റിലേഷൻഷിപ്പിലും അങ്ങനെയാണ്. നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറാൻ ശ്രമിക്കുക, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും നിങ്ങൾ സ്നേഹിക്കുന്ന ആരായാലും അവർ നിങ്ങളുടെ ആ ഒരു ഗ്രോത്ത് കണ്ടിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നുള്ളത്. അവരുടെ സ്നേഹം കൂടും, റെസ്പെക്റ്റ് കൂടും. ഇങ്ങനെയൊക്കെ കൂടുമ്പോൾ അവർ നമ്മളുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറാൻ പറ്റുന്ന രീതിയിലൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ലാസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇത്രയും നാൾ അവരുടെ പുറകെ പോയിരുന്ന ഒരാളാണെങ്കിൽ പോലും ഇനി മുതൽ അവർ നിങ്ങളുടെ പുറകെ വരാനായിട്ട് തുടങ്ങും എന്നുള്ളത് പറയുന്നു. ഇനി മുതൽ അവർ നിങ്ങളുടെ പുറകെ വരാനായിട്ട് തുടങ്ങും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്